നജീബ് ബ്രദറെ, ഇസ്ലാമിൽ ഇങ്ങനെ ഒരു പ്രമാണം ഉണ്ടോ? അതായത് അന്യരെ സ്വന്തം സഹോദരനാക്കാൻ പറ്റുന്ന പ്രമാണം, അവരെ എങ്ങനെയാണ് സഹോദരനാക്കാൻ പറ്റുന്ന ഒരു സ്ത്രീക്ക്? അങ്ങനെ ഒരു പ്രമാണം നിങ്ങൾക്കുണ്ടോ? അതെങ്ങനെയാണ്? എന്നൊരു തെളിവ് സഹിതം ഒരു ഉത്തരം തരാൻ പറ്റുമോ? ബിജു ബ്രദറെ ഫ്രീ ഉണ്ടെങ്കിൽ മോഡ് ചെയ്യണം. ഓക്കെ ഓക്കെ അച്ഛൻ ബ്രദർ, ഓക്കെ. നജീബില്ലേ? മൗനം സമ്മതമെന്നാണ് ഫോണില കോള് വന്നിട്ടുണ്ട്. ഫോണില ഫോണില ഇന്നെങ്കിലും ഒരു നല്ല ചർച്ച നടക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. ഞാനൊരു ടോപ്പിക് ഇടുമ്പോൾ അവരാരും വരുന്നില്ല, എനിക്ക് സങ്കടം തോന്നുന്നു. ഇപ്പം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അത് നല്ല പണ്ഡിതന്മാരെല്ലാം വരുന്നത്. 42 പേര്, 43 പേരുണ്ട്, 14 പേര് ഷെയർ ചെയ്തു. സംസാരിച്ചോളൂ. നജീബ് ബ്രദറെ, ചോദ്യം കേട്ടായിരുന്നോ അബ്രഹാം ബ്രദറിന്റെ? സോറി ട്ടോ, ആരെങ്കിലും എന്ത് സംസാരിച്ച് തുടങ്ങിയിരുന്നു. എനിക്ക് വേറെ കോള് വന്നും ചെയ്തു. ഞാൻ ഒന്ന് ഓക്കെ മ്യൂട്ട് ഓക്കെ, അടിച്ചു. അബ്രഹാം ബ്രദർ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. അതെ നജീബ്, ഞങ്ങളുടെ ചോദ്യം ഇതാണ്: ഇസ്ലാമിലെ അന്യരായ പുരുഷന്മാരെ സഹോദരനാക്കാൻ വേണ്ടിയുള്ള പ്രമാണം എന്താണ്? ഒരു അന്യ സ്ത്രീക്ക് ഒരു അന്യനായ പുരുഷനെ സഹോദരനാക്കാനുള്ള പ്രമാണം എന്താണ്? അതൊരു തെളിവ് സഹിതം ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എന്താണ് സ്ത്രീയും പുരുഷനും മാത്രമാണ്? അതിപ്പോ എനിക്കിപ്പം അബ്രഹാമിനെ അല്ലെങ്കിൽ വേറൊരു ഇപ്പൊ അച്ഛൻ ബ്രദറിനെ എനിക്ക് സഹോദരനാക്കാൻ, അത് അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അതിലൊരു സ്ത്രീയും പുരുഷനും അങ്ങനെയാണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സ്ത്രീയും പുരുഷനും. സ്ത്രീയും പുരുഷനും അച്ഛനോ അല്ലെങ്കിൽ ഉമ്മയും സഹോദരനും ആക്കുന്ന ഒരു സംവിധാനം എൻ്റെ അറിവിലില്ല. ആവുന്നുണ്ട്. ഇപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരേ മാതാവിൽ നിന്നും അവര് ചെറുപ്പത്തിൽ അവർ മുല കുടിച്ചിട്ടുണ്ടെങ്കിൽ അവർ മുലകുടി ബന്ധത്തിലുള്ള സഹോദരന്മാരായിട്ട് മാറുന്നുണ്ട്. നജീബ് ബ്രദർ, എന്റെ ചോദ്യം കേട്ടില്ലായിരുന്നു. അന്യ പുരുഷന്മാരെ. അതെ, അന്യപുരുഷന്മാര് നിങ്ങൾ പ്രായപൂർത്തി എത്തിയവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്? പിന്നെ പുരുഷന്മാർ എന്ന് പറയുമ്പോൾ പിന്നെ പ്രായപൂർത്തി അല്ലാത്തവരെ നമ്മൾ പുരുഷന്മാരെന്ന് വിളിക്കത്തില്ലല്ലോ. ഓക്കെ, അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഇല്ല അല്ലേ? നമുക്ക് വായിക്കാം. സഹിഹ് മുസ്ലിം ബുക്ക് നമ്പർ 8 ഹദീസ് നമ്പർ 3424. ഐഷ reported that Sahla bin Suhail came to Allah's apostles and said, Messenger of Allah, I see on the face of Abu Hunayfa on entering of Salim into our house, whereupon Allah's apostle said, Suckle him. She said, How can I suckle him as he is a grown-up man? ആണ് ഞാനിവിടെ ചോദിച്ച ചോദ്യം. Allah's messenger smiled and said, I already know that he is a young man. Amr has made this addition in the narration that he has participated in the battle of Badr and in the narration of Ibn Umar. Allah's messenger അതിന്റെ laughed. നമ്പർ ഒന്നും കൂടെ പറഞ്ഞേ. 34-24 ആണോ? അതെ ഒന്നും കൂടെ ആണോ? അതെ ബുക്ക് നമ്പർ 8 ഹദീസ് നമ്പർ 34. അതെ, അത് മനസ്സിലായി. അത് വളരെ സിമ്പിൾ ആണ് ആ വിഷയം. എന്താണ് അവിടെ ഞാൻ പറഞ്ഞതുപോലെയാണ് അതിന്റെ കാര്യങ്ങൾ. അഥവാ അങ്ങനെ ഒരു സഹോദരനോ സഹോദരിയോ ആക്കുന്ന ഒരു വിഷയം വരുന്നില്ല. അങ്ങനെ വരാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ഒരു പ്രത്യേക ഒരു സാഹചര്യം വരികയാണ്. ആ സാഹചര്യത്തിൽ പ്രവാചകന്റെ കൽപ്പന കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ സഹ്ല അങ്ങനെ ചോദിക്കാൻ കാരണം അവരുടെ അറിവിൽ എന്തേ ഉള്ളൂ, ചെറുപ്പത്തിലാണ് മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെടുന്നത്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ പ്രവാചകന്റെ കൽപ്പന ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമുള്ള ഒരു കാര്യമായിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അതൊരു പൊതു നിയമമല്ല. പ്രത്യേക സാഹചര്യം. ആ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിലൊരു നിയമം വന്നു. പൊതുവെ അന്ന് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ, സാഹോദര്യ ബന്ധം സ്ഥാപിക്കപ്പെടുന്ന രീതികൾ ഒന്ന് ജന്മം കൊണ്ട് സഹോദരനായിട്ട് മാറും, അല്ലെങ്കിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ ദത്തുപുത്രന്മാർ വരും. ഇപ്പോൾ ഒരാളെ അവരെ പിതാവോ മാതാവോ ഒക്കെ ആരെങ്കിലും ആയിരിക്കും. പക്ഷെ അവരെ ചെറുപ്പത്തിൽ തന്നെ ദത്തെടുത്തിട്ട് മകനായിട്ട് വളർത്തുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു, സിസ്റ്റം ഉണ്ടായിരുന്നു അറബികൾക്കിടയിൽ.
ആ സമയത്ത് ആ മറ്റുള്ള മക്കളും ഇവരും തമ്മിൽ സഹോദരന്മാരായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. മൂന്നാമത്തെ ഒരു കേൾക്കുന്നുണ്ടോ കോൾ ഒന്നതിൻ്റെ ഇടയിൽ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. മൂന്നാമത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പത്തിൽ ഒരേ മാതാവിൽ നിന്നും മുല കുടിച്ചിട്ടുള്ള ആളുകൾ സഹോദരന്മാരായിട്ട് മാറും. ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഇങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് സംഭവിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ പ്രവാചകന് വരെ വളർത്തുപുത്രൻ ഉണ്ടായിരുന്നു. സെയ്ദ് പ്രവാചകന്റെ വളർത്തുപുത്രനായിരുന്നു. പക്ഷെ പിന്നീട് സംഭവിക്കുന്ന കാര്യം, ഈ വളർത്തുപുത്ര ഇതിലുള്ള സാഹോദര്യ ബന്ധം ഇസ്ലാം ക്യാൻസൽ ചെയ്യുകയും അതേപോലെ തന്നെ മുലകുടി ബന്ധത്തിലുള്ള സാഹോദര്യം നിലനിർത്തുകയും ചെയ്തു. ഈ സമയത്താണ് ഇപ്പൊ നിങ്ങൾ വായിച്ച ഹദീസിലുള്ള അവരുടെ വിഷയം വരുന്നത്. അവർക്ക് ചെറുപ്പം മുതൽ തന്നെ അവരെ വളർത്തുപുത്രനായിട്ട് വളർത്തുകയും വീട്ടിൽ ഒരു പുത്രനെ പോലെ വളരുന്ന അവരുടെ സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ പുതിയ നിയമം എന്തായി, ആ പുത്രൻ എന്നുള്ള പരിഗണന അവർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള നിയമത്തിലൂടെ വരികയാണ്. ആ സമയത്ത് അവർക്ക് വീട്ടിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടായി മാറി. ആ സമയത്ത് പ്രവാചകൻ അവരോട് പറഞ്ഞ കാര്യമാണ് അവർക്ക് മുലപ്പാൽ നൽകുക എന്നുള്ളത്. മുലപ്പാൽ നൽകുക എന്നുള്ളത് നേരിട്ട് മുല കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, നേരെ മറിച്ച് അവർക്ക് മുലപ്പാൽ നൽകുക എന്നുള്ളൊരു കൽപ്പന അവർക്ക് വേണ്ടിയിട്ട് നൽകുകയാണ്. അപ്പോൾ അത് മുലകുടി ബന്ധത്തിലുള്ള സാഹോദര്യം അവർക്കിടയിൽ വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ ബുദ്ധിമുട്ട് ഒഴിവായി എന്നുള്ളതാണ്. അതൊരു പൊതു നിയമമല്ല. മുലകുടി ബന്ധത്തിലുള്ള ബന്ധം നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ അതിന് നജീബ് അതിന്റെ നജീബ് കർമ്മശാസ്ത്രം നല്ല 5 നജീബ് പ്രാവശ്യം. നല്ല ഒന്നാമതായിട്ട് വേർഡ് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നജീബ് തിരട്ടിയത് ഒന്ന്, അറബികൾക്ക് പ്രവാചകന് മുമ്പ്, നിങ്ങൾ പറയുന്ന ഈ അറേബ്യൻ പ്രോഫിറ്റിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള തെളിവ് കൊണ്ടുവരണം. 2, ഇത് ചെറുപ്പത്തിൽ ഇദ്ദേഹത്തിന് മുല കുടിച്ചതിലൂടെ ഇദ്ദേഹം ഇവരുടെ സഹോദരനായെന്നുള്ളതിന് തെളിവ് കൊണ്ടുവരണം. കാരണം ഇവിടെ ഞാൻ വായിച്ചത് ചെറുപ്പമല്ല. അവിടെ കാരണം ചെറുപ്പമാണെങ്കിൽ അവിടെ അവർ ചിരിക്കേണ്ട ആവശ്യമില്ല. സക്കിൾ ഹിമെന്ന് ഈ പ്രോഫിറ്റ് പറയുമ്പോൾ മറ്റുള്ളവർ ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രോഫിറ്റ് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്, അതേ ഗ്രോൺ അപ്പ് മാനാന്ന് എനിക്കറിയാം എന്നവിടെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്ന സക്കിൾ ഹിം യങ് മാനിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ചെറുപ്പത്തിൽ മുല കൊടുത്ത കാര്യമൊന്നും പറയുന്നില്ല. അതിന് രണ്ടിലുള്ള തെളിവ് നജീബ് ബ്രദർ വേർഡ് ടെസ്റ്റ് ചെയ്യാതെ ഇതിന് രണ്ടിനുള്ള തെളിവ് എവിടെ മുമ്പ് വെക്കൂ? ഒന്നാമത്തെ തെളിവ് എന്താ വെച്ചാൽ, അന്ന് അറബികൾക്കിടയിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഒന്ന് പ്രവാചകന്റെ തന്നെ ചരിത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഖദീജ അവർക്കൊരു സമ്മാനം നൽകുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തതിന്റെ തെളിവ് എന്താണെന്ന് വെച്ചാൽ, പ്രവാചകന്റെ വിവാഹ സമയത്ത് ഖദീജ അവർക്ക് നൽകുന്ന ഒരു സമ്മാനമുണ്ട്. ആ സമ്മാനം എന്താണെന്ന് വെച്ചാൽ, സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ എന്താ പറയാ അടിമയായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഖദീജക്ക് അത് ലഭിക്കുന്നത് തന്റെ അമ്മാവനിൽ നിന്നാണ്. പ്രവാചകന്റെ അടിമയായിട്ട് സെയ്ദ് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സെയ്ദിനെ തെരഞ്ഞിട്ട് സെയ്ദിന്റെ ആളുകൾ വരുന്നുണ്ട്, സെയ്ദിന്റെ കുടുംബക്കാർ വരുന്നുണ്ട്. ഇങ്ങനെ മക്കയിൽ മുഹമ്മദിന്റെ അടുത്ത് സെയ്ദ് ഉണ്ട് എന്നുള്ള അറിവ് കിട്ടിയിട്ട് അവർ വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് സെയ്ദ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ മാതാപിതാക്കളുടെ കൂടെ പോകാൻ താല്പര്യമല്ല, എനിക്ക് മുഹമ്മദിന്റെ കൂടെ തന്നെ ജീവിക്കാനാണ് താല്പര്യം എന്ന് പറയുമ്പോൾ അവര് നിർബന്ധിക്കുന്നുണ്ട്. ഈ സമയത്ത് പ്രവാചകൻ പ്രഖ്യാപിക്കുന്നുണ്ട്, സെയ്ദ് എൻ്റെ മകനാണ്. അങ്ങനെയാണ് അന്ന് മുതലാണ് സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് അറിയപ്പെട്ടിട്ടുള്ളത്. അത് വളർത്തുപുത്രൻ സമ്പ്രദായം അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് പ്രവാചകന്റെ തന്നെ ചരിത്രമാണെന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. ഈ സമയത്ത് സെയ്ദ് പിന്നീട് ഈ ഒരു നിയമം വരുന്നതോട് കൂടിയിട്ട് പിന്നെ സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് അവരെ വിളിച്ചിട്ടില്ല. അത് അബ്രഹാം ബ്രദറിന് ഓക്കെയാണോ ആ ഒരു കാര്യം? സഹോദരൻ, നമ്മളിവിടെ സംസാരിക്കുന്ന സയ്യിദിന്റെ കാര്യമോ അഡോപ്റ്റഡ് സണ്ണിന്റെ കാര്യമൊന്നും അല്ല, മുലകുടിയുടെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനുള്ള തെളിവ് ഞാൻ വെച്ചു. ഇപ്പം ഹദീസ് ഇപ്പം നജീബ് പറയുന്ന നജീബിന്റെ വാക്കുകൾ മാത്രമാണ്. ഇത് എവിടെ നിന്ന് കോട്ട് ചെയ്യുന്നു? അതിന്റെ പേജ് നമ്പർ പറയൂ. സിറത്തുൽ റസൂൽ ആണെങ്കിൽ പേജ് നമ്പർ പറയൂ, നമുക്ക് വായിക്കാമല്ലോ. ഞാൻ ഇവിടെ റെഡിയല്ല, എനിക്ക് വായിക്കാമല്ലോ. പേജ് നമ്പർ പറയാം, നമുക്ക് വായിക്കാം. ഇവിടെ ഇതിവിടെ ഈ സയ്യിദിനെ ഈ അറേബ്യൻ പ്രോഫറ്റ് എന്ന് നിങ്ങൾ ആരോപിക്കുന്ന ഈ വ്യക്തി ദത്തെടുത്തോ, ഇതൊന്നും അല്ല നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബന്ധവും ഇല്ലാത്ത ഒരു അന്യപുരുഷൻ, ഗ്രോണപ്പ് മാൻ, ഒരു 30 വയസ്സ് കൂട്ടിക്കോ, ആ ഗ്രോണപ്പ് മാൻ ഒരു അന്യ സ്ത്രീ, ഇവർക്ക് സഹോദരനായിട്ട് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മുല കൊടുക്കണമെന്ന് പ്രവാചകൻ, നിങ്ങളുടെ ഈ അറേബ്യൻ പ്രോഫറ്റ് സഹീൽ ബുഖാരി ബുക്ക് നമ്പർ 8 ഹദീസ് നമ്പർ 32-24 പറയുന്നു. അതാണ് നമ്മുടെ ചോദ്യം. ഇതിനകത്ത് ദത്തെടുത്ത കാര്യമോ ഇതൊന്നുമല്ല പ്രശ്നം. ഒരു അന്യപുരുഷനെ ഒരു സ്ത്രീക്ക് സഹോദരനായി കാണണമെങ്കിൽ അവന് മുല കൊടുക്കണം. ഗ്രോണപ്പ് മാൻ, 30 വയസ്സ് കൂട്ടിക്കോ, ഈ സ്ത്രീക്ക് ഒരു 10-30 വയസ്സ് കൂട്ടിക്കോ, മുല കൊടുക്കണം. ഇതാണ് പ്രശ്നം. അപ്പൊ അത് അങ്ങനെ അല്ല എന്ന് സഹോദരൻ പറയുന്നെങ്കിൽ അതിനുള്ള തെളിവ് കൊണ്ടുവരും. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ ബ്രദറെ, അങ്ങനത്തെ ഒരു നിയമം അല്ല. ഈ പറഞ്ഞ കാര്യം ഉണ്ടെങ്കിൽ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നിരന്തരം അത് നടക്കേണ്ടതാണല്ലോ. നമ്മളത് ഫോളോ ചെയ്യാത്തതിന്റെ കാരണം അങ്ങനെ ഒരു നിയമം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള പ്രവാചകന്റെ കൽപ്പനയാണ്, അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്, അതെല്ലാവർക്കും ഉള്ളതല്ല. ഓക്കെ, നജീബ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം റിട്ടൺ എഴുതപ്പെട്ട ഒരു സംഭവമാണ് നിലനിൽക്കുന്നത്.
ഇവിടെ നിങ്ങളുടെ സഹിയൽ മുസ്ലിമിൽ എഴുതപ്പെട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനാണ് വാലിഡിറ്റി മോർ. അല്ലാതെ നജീബ് ഇവിടെ വന്ന് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇല്ലെന്നുള്ളതിന്റെ തെളിവ് കൊണ്ടുവരൂ. നിങ്ങളുടെ ബുക്കുകളിൽ നിന്ന് ഒരു തെളിവ് കൊണ്ടുവരും, ഇതില്ലെന്നുള്ളതിന്റെ തെളിവ് കൊണ്ടുവരും. അല്ല, ആ തെളിവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു നിയമമായിട്ട് ഇന്ന് ഇപ്പൊ എനിക്കിപ്പോ ഒരു സ്ത്രീയെ അവരെ അല്ലെങ്കിൽ സഹോദരി ബന്ധം സ്ഥാപിക്കാൻ ഈ ഹദീസിന്റെ അതേ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പറ്റും എന്നൊരു മുസ്ലിം ആയിട്ടുള്ള ഞാൻ വിചാരിക്കുന്നില്ല, മനസ്സിലാക്കിയിട്ടില്ല. അതിന്റെ കാരണം അത് വ്യക്തമായിട്ട് അതിന്റെ കർമ്മശാസ്ത്രം എപ്പോഴാണ് മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെടുക, അത് കുഞ്ഞായിരിക്കുമ്പോൾ 2 വയസ്സിന്റെ മുന്നേ 5 പ്രാവശ്യം അതിന്റെ കർമ്മശാസ്ത്രത്തിൽ എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ട് നോക്കണം. 5 പ്രാവശ്യമോ 7 പ്രാവശ്യം പറയുന്നുണ്ട്. വയറ് നിറയുന്ന രീതിയിൽ മുല കുടിച്ചാൽ മാത്രമാണ് ബന്ധം സ്ഥാപിക്കപ്പെടുക. ഇത് പ്രായപൂർത്തി എത്തിയ കേസ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദത്തുപുത്ര സമ്പ്രദായം നിരോധിക്കപ്പെട്ട സമയത്ത് ക്യാൻസൽ ചെയ്തുകൊണ്ട് ഖുർആനിന്റെ കൽപ്പന വരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രം പ്രവാചകൻ നൽകിയിട്ടുള്ള നിർദ്ദേശം. ഓക്കെ നജീബെ, ഞാൻ ജസ്റ്റ് 2 പാരഗ്രാഫ് വായിക്കാം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നജീബിന് അറിയായിരിക്കും. സുനൻ ഇബ്ൻ മാജ 1944. സുനിൽ ബ്രദറെ ഒരു മിനിറ്റ്, അബ്രഹാം ബ്രദർ സംസാരിച്ച് തീർക്കട്ടെ എന്നിട്ട് താങ്കളിലേക്ക് വരാം. അതല്ലേ നല്ലത്. ഇവിടെ അബ്രഹാം ബ്രദർ കണ്ടിന്യൂ ചെയ്യല്ലേ. ഇവിടെ പ്രശ്നം എന്താണെന്നറിയാം, ഇത് നജീബിന്റെ വാക്കുകളാണ്. എഴുതപ്പെട്ട പുസ്തകത്തിനകത്ത് പറയുന്നു മുല കൊടുക്കണമെന്നുള്ളത്. ഇന്ന് ഇത് ചെയ്യുന്നില്ലേ എന്നുള്ള പ്രശ്നമല്ല. കാരണം ഒരു മുസ്ലിം അല്ല ഒരു ഇസ്ലാമിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാമാണിക പുസ്തകങ്ങളാണ്. അത് ഏത് മതമാണെങ്കിലും, ക്രിസ്ത്യാനിറ്റിയുടെ മതമാണെങ്കിലും, ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നോക്കിയല്ല ഒരിക്കലും ആ മതത്തെ നമ്മൾ ഇത് ചെയ്യുന്നത്. ബൈബിൾ എന്തോ പറയുന്നുള്ളതാണ് പ്രശ്നം, പ്രമാണമാണ് പ്രശ്നം. ഇവിടെ പ്രമാണം, മുസ്ലിങ്ങളുടെ പ്രമാണം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഹദീസുകൾ, ഈ പ്രമാണമാണ് പറയുന്നത് മുല കൊടുക്കണം, സഹോദരനാണെങ്കിൽ മുല കൊടുക്കണം. അത് മുസ്ലിങ്ങൾ ചെയ്യുന്നില്ലയോ എന്നുള്ളതല്ല വിഷയം. അത് മുസ്ലിങ്ങൾ ചെയ്യുന്നില്ല, ചിലപ്പോൾ അവരിത് അനുസരിക്കുന്നില്ലായിരിക്കും, അനുസരിക്കാത്ത മുസ്ലിങ്ങളായിരിക്കും, അതെനിക്കറിയത്തില്ല. അതല്ല മാനദണ്ഡം. പ്രമാണം എന്തു പറയുന്നു അതാണ് മാനദണ്ഡം. എന്താണ് എഴുതുക, വാട്ട് ഈസ് റിട്ടൺ, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ യുവർ വേർഡ്സ്. റിട്ടൺ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതില്ല എന്നുള്ളത് മറ്റൊരെണ്ണം കൊണ്ടുവരൂ, ഞാൻ അംഗീകരിക്കാമല്ലോ. ഇതില്ല, ഇത് നിരോധിച്ചു, ഇത് ഇങ്ങനെ ഒരു സംഭവം ഇല്ലെന്നുള്ളത് ഇതേ പ്രാമാണിക സയ്യൽ മുസ്ലിം ബുക്കാരിന്ന് കൊണ്ടുവരൂ, ഞാൻ അംഗീകരിക്കാമല്ലോ. അല്ലാതെ നിങ്ങളുടെ വാക്കുകളല്ല എനിക്ക് വേണ്ടത്, മുസ്ലിങ്ങൾ അനുസരിച്ചേ ഇല്ല എന്നുള്ളതല്ല മാനദണ്ഡം. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇല്ല, അതിന് ബ്രദറിന് ഇപ്പൊ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ എന്താണ് ശരിക്കും മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെടുന്നത് എന്നുള്ള ഹദീസുകൾ പറയാൻ പറ്റിയൊരു സാഹചര്യമല്ല എനിക്കിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇപ്പൊ സംസാരിക്കുന്നില്ല അതിനെപ്പറ്റി. രേഖകൾ വെച്ചിട്ട് സംസാരിക്കാൻ പറ്റിയ സമയമല്ല, പിന്നീട് സംസാരിക്കും. വേണമെങ്കിൽ പിന്നെ ബ്രദറിന് മെസ്സേജ് അയച്ചു തരാം, എന്താണ് ഇതിന്റെ നിയമങ്ങൾ എങ്ങനെയാണ് സ്ഥാപിക്കപ്പെടുന്നത്. ഇനി സുനിൽ ബ്രദർ സംസാരിക്കും. സുനിൽ ബ്രദറെ കേൾക്കാവോ? കേൾക്കാം. ഞാനത് വായിക്കാം. ഞാൻ വായിക്കാം. സുനൻ ഇബ്ൻ മാജ 2 പാരഗ്രാഫാണ്. ഇത് നജീബിന് വേണ്ടിയിട്ട് വായിക്കേണ്ടത്. നജീബ് തേടി വരാൻ പോണ വേഴ്സസ്. സുനൻ ഇബ്ൻ മാജ 1944. The verse of stoning and of breastfeeding an adult. കുട്ടിയല്ല, 2 വയസ്സ് വരെ കുട്ടിയല്ല. Breastfeeding an adult 10 times was revealed and the paper was under my pillow. When the messenger of Allah died, Abul Qasim marichappa, we were occupied with his death and the tame sheep came and ate it. These verses were abrogated in recitation but not ruling. ഇവിടെ നജീബ് പറഞ്ഞു അത് എന്താണ് റൂളിംഗ് മാറ്റി പോയിന്ന്. ഇല്ല, റൂളിംഗ് ഇപ്പോഴും ഉണ്ട്. അത് നിങ്ങൾ ഇപ്പോഴും അത് ഫോളോ ചെയ്യണം. റെസിറ്റേഷൻ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ റൂളിംഗ് അത് ഇപ്പോഴും ഉണ്ട്, അത് മാറ്റിയിട്ടില്ല. അപ്പൊ ഇനി വേഗം ഞാൻ അടുത്തത് വായിക്കാം. ഏത് ഖുറാനില് ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ടായിരുന്നു. ഖുറാനില്, ഞാൻ ഹദീസിന്റെ കാര്യമല്ല പറയുന്നത്, ഖുറാനില് ഞാൻ വായിക്കാം. Sunan Nasai 3307. Sunan Nasai 3307. Najib കേൾക്കുക. One of the things that were revealed in the Quran was that 10 known breastfeeding makes marriage prohibited. Then that was abrogated and changed to 5 known breastfeedings. Then Abul Qasim passed away when this was something that was still being recited in the Quran. ഏത് അബുൽ ഖാസിം മരിച്ചു പോയിട്ടും കൂടി ഖുറാനില് ഈ റെസിറ്റേഷൻ ഉണ്ടായിരുന്നു, ജനങ്ങള് അത് റിസൈറ്റ് ചെയ്യുമായിരുന്നു. ഇതാണ് കൺഫേംഡ്. ഖുറാന്റെ കാര്യം പറയണ ഞാൻ ഹദീസിന്റെ കാര്യമല്ല. സൂനൻ നസായി സൂനൻ നസായി 3307. അത് മുകളില് ഇട്ടാ മതി. സൂനൻ നസായി 3307. അതിൽ പറഞ്ഞേക്കുന്നത് ഖുറാനിൽ ഉണ്ടായിരുന്നു, അത് അവർ റിസൈറ്റ് ചെയ്യുമായിരുന്നു. നമ്മളിപ്പോ ഇതിന് ജസ്റ്റ് മുമ്പ് ഞാൻ വായിച്ചത് അത് ഏതാണ് തലോടെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു 10 ദിവസത്തേക്ക്, അത് നമ്മുടെ ആട് വന്ന് തിന്നുപോയിന്ന്. അത് തെറ്റാണ്.
ഇവിടെ സുന്നസൈ 337 പറയാണ് ഖുറാനിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഖുറാൻ ആ സമയത്ത് ബുക്ക് ഫോം ആണോ, അത് പാർച്ച്മെന്റ് ഫോം ആണോ, അത് ലെതർ ഫോം ആണോ നമുക്കറിയില്ല. പക്ഷേ ഇത് വായിക്കുന്നതിന് വേണ്ടി വായിക്കാം. One of the things that were revealed in the Quran was that 10 non-breastfeedings make marriage prohibited. Then that was abrogated and changed to 5 non-breastfeedings. Then the Abul Qasim passed away. Marichivoy Abul Qasim. When this was something that was still being recited in the Quran. Sister, ഒന്ന് അതൊന്ന് മലയാളത്തിലേക്ക് ഒന്ന് ആക്കാൻ പറ്റുമോ? സുനൻ നസൈ 3307 ആർക്കെങ്കിലും മലയാളത്തിലേക്ക്? താങ്കൾ വായിച്ചോളൂ, ഞാൻ മലയാളത്തിൽ പറയും. Okay. One of the things that were revealed in the Quran was that 10 non-breastfeeding makes marriage prohibited. മലയാളത്തിൽ ഖുറാനിൽ വെളിപ്പെടുത്തപ്പെട്ട ഒരു വിഷയം ഇതാണ്: 10 തവണ മുല കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പുരുഷന് മുല കൊടുത്തു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള വിവാഹം പിന്നീട് നിഷിദ്ധമാകപ്പെടും. ഓക്കെ, അടുത്തത് then that was abrogated and changed to 5 non-breastfeedings. പിന്നീട് അതിനെ അബ്രഗേറ്റ് എന്നുള്ളതിന്റെ വാക്ക്, അതിനെ തിരുത്തി മാറ്റി അതിനെ 10 തവണയല്ല 5 തവണ എന്നാക്കി കുറച്ചു. 5 തവണ മുല കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളുമായിട്ട് വിവാഹബന്ധം നിഷിദ്ധം. ഓക്കെ, അടുത്ത സെന്റൻസ്. അബ്രഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ റീപ്ലേസ് ചെയ്യാന്നല്ലേ? ഇപ്പൊ എന്താ പറയാ, മാറ്റി സ്ഥാപിക്കാന്നല്ലേ? അതെ, റീപ്ലേസ് ഫോർ ബെറ്റർ. അതെ. ഇനി അടുത്ത സെന്റൻസ്, then messenger of law, that means the Abul Qasim passed away when this was something that was still being recited in the Quran. ഓക്കെ, പിന്നീട് അബുൽ ഖാസിം, അതായത് ഇസ്ലാമിന്റെ പ്രവാചകൻ മരിച്ചുപോയി. എന്നിട്ട് അതിനുശേഷവും ഈ ആയത്ത് ഓതുമായിരുന്നു. അപ്പൊ ഖുറാനിൽ ഉള്ള കാര്യം നമ്മൾ വായിച്ചേക്കണത്, ഖുറാനിൽ ഇല്ലാത്ത കാര്യമല്ല. ഇവരെന്നെ പറയുന്നു ഖുറാനിൽ ഉണ്ടായിരുന്നു എന്ന്. ഇതിനപ്പുറം നമ്മൾ എന്താണ് നമ്മൾക്കിനി? ഇത് നമ്മൾ ഹദീസ് നോക്കേണ്ട ആവശ്യമില്ല, ഖുറാനിലുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പത്തെ ഖുറാനിൽ ഇല്ല. ഇപ്പത്തെ ഞാനിപ്പോ എന്റെ കയ്യിൽ 3-4 ഖുറാനുണ്ട്. നമ്മുടെ അജീഷ് ബ്രദർ, നിങ്ങളുടെ കയ്യിലൊക്കെ കുറെ ഖുറാനുകൾ ഉണ്ടാവും. എന്റെ കയ്യിൽ ലിബിയൻ ഖുറാനുണ്ട്, അത് ഭയങ്കര വ്യത്യാസമാണ്. അതിലും ഈ ബ്രസ്റ്റ് ഫീഡിങ് ബ്രസ്റ്റ് ഫീഡിങ് വേർസ് ഇല്ല, ഹദീത്ത് അല്ല, ബ്രസ്റ്റ് ഫീഡിങ് വേർസ് ഇല്ല. ദാറ്റ് മീൻസ് ഓൾ ദ പ്രസന്റ് ഡേ ഖുറാൻസ് ആർ കറപ്റ്റഡ്. ബിക്കോസ് അന്നത്തെ ഖുറാനിന്റെ ആയത്ത് പോയി. പക്ഷെ അത് ഒരു മിനിറ്റ്, അത് നമ്മുടെ ആട് തിന്ന ആയത്തല്ല, ആട് തിന്നതല്ല. എന്ന് വെച്ചാൽ ഈ ആയത്ത് ഖുറാനിൽ ഉണ്ടായിരുന്നു. അത് നമ്മുടെ അബുൽ ഖാസിം മരിച്ചു പോയിട്ടും കൂടിയും അത് ഓതുമായിരുന്നു. ഇപ്പൊ എങ്ങനെ ഇല്ലാത്തത്? ദാറ്റ് മീൻസ് ദ പ്രസന്റ് ഡേ ഖുറാൻസ് വി ഹാവ് ആർ ഓൾ കറപ്റ്റഡ്. ഇത് തന്നെയാണ് ഈ സ്റ്റോണിങ്ങിന്റെ കാര്യം പറഞ്ഞത്, സ്റ്റോണിങ് ദ അഡൾട്ടേഴ്സ്. ആ സ്റ്റോണിങ് ദ അഡൾട്ടറിന്റെ ആയത്ത് ഖുറാനിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പത്തെ ഖുറാനിൽ ഇല്ല. ദാറ്റ് മീൻസ് വാട്ട് വി ഹാവ് നൗ ഈസ് എൻ അബ്രോഗേറ്റഡ് കറപ്റ്റഡ് ഖുറാൻ. ശരി, ഓക്കെ, ഞാൻ പറയട്ടെ സുനിൽ ബ്രദർ. സുനിൽ ബ്രോ, ഞാൻ പറയട്ടെ. പറഞ്ഞോ. നജീബായി, ആ 2 ആയത്ത് എവിടെ? അത് അതിനൊരു ഉത്തരം പറയൂ. 2 ആയത്ത് എവിടെ? അതെ, അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അത് എന്താ അറിയാം സുനിൽ ബ്രദർ, ഇതിൽ നിങ്ങളൊരു വിഷയം കൂടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സംഗതി ക്ലിയർ ആവും. എന്താണെന്ന് വെച്ചാൽ ഖുറാനിൽ വചനങ്ങൾ ദുർബലപ്പെടുത്തുന്ന നസ്ഖ് എന്ന് പറയും, നസ്ഖ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു വിഷയം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. 2 രീതിയിലാണ് ആ സംഭവം ഉണ്ടാവുന്നത്. ഒന്ന്, ഖുറാനിലെ വചനങ്ങൾ, പ്രവാചകന് ഖുറാനിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുള്ള വചനങ്ങൾ, ആ വചനങ്ങൾ തന്നെ ദുർബലപ്പെടുത്തിയിട്ട് അതിന്റെ വിധികൾ നിലനിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ കാര്യം. അഥവാ ഇപ്പോഴും ഇസ്ലാമിന്റെ നിയമം എന്താണ്? വ്യഭിചാരിയായ വിവാഹിതരായ സ്ത്രീയോ പുരുഷനോ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സാക്ഷികൾ ഉണ്ടെങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലണം എന്ന് തന്നെയാണ്. പക്ഷെ ഖുർആനിൽ നമുക്കത് കാണാൻ പറ്റില്ല. പക്ഷെ ഇസ്ലാമിന്റെ നിയമം അതാണ്. അങ്ങനെ ഒരു വചനം ഉണ്ടായിരുന്നു, പക്ഷെ ആ വചനം ദുർബലപ്പെടുത്തി അതിന്റെ വിധി നിലനിർത്തുകയും ചെയ്തു. അതേപോലെ തന്നെ ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്, മുലകുടി ബന്ധം സ്ഥാപിക്കപ്പെടുന്നത് അത് എത്ര പ്രാവശ്യം മുല കുടിച്ചാലാണ്, അത് അതിന്റെ പറ്റിയുള്ള വചനങ്ങൾ ഖുർആനിൽ ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ നിയമങ്ങൾ ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. വചനങ്ങൾ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഇതേപോലെ ചില വചനങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്, പക്ഷെ അതിന്റെ വിധികൾ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പം മദ്യത്തെ പറ്റി ഖുർആന്റെ ചില വചനങ്ങൾ നിങ്ങൾ വിഷയത്തിൽ തന്നെ അല്ല, സുനിൽ ബ്രദറിന് പറഞ്ഞു കൊടുക്കട്ടെ, വിഷയം ക്ലിയർ ആവാൻ. അല്ലാഹു പറഞ്ഞ വാക്കിൽ മാത്രം. അതല്ല ജിബോ, ഞാൻ സുനിൽ ബ്രദറിനെ എന്താ വിഷയം പറഞ്ഞാൽ ഈ സംഗതി ക്ലിയർ ആവും.
അല്ല ശരിയാണ്, നസ്ക് ചെയ്തു, അതിന് പകരം ഒരു ബെറ്ററായുള്ള ആയത്ത് കൊണ്ടുവരണം. അപ്പോൾ Yes, ഇവിടെ yes, നസ്ക് yes, ചെയ്യ yes, ആയത്തും correct, വേണം, correct. അതിന്റെ ബെറ്ററായുള്ള ആയത്തും വേണം. അങ്ങനെയാണ്. അങ്ങനെ ഒരു വേണം. ആയത്ത് ഖുറാനിൽ നിന്ന് എടുത്തു കളയാൻ പറ്റത്തില്ല. എടുത്തു കളയാൻ നസ്ക് പറ്റത്തില്ല ചെയ്ത ആയത്ത് അവിടെ എന്ന് നമ്മൾ ഇരിക്കണം, പറയണോ? അതിന്റെ ബെറ്ററായി കൊണ്ടുവന്ന ആയത്തും അവിടെ ഇരിക്കണം. അത് അള്ളാഹു പറഞ്ഞ അത് ഒരു കാര്യമാണ്. ജിബോ ബ്രദറെ, ഇത് ഈ അബ്രിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നസ്ക് ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്ന് നജീബ് ഒന്ന് വിശദീകരിച്ചാൽ മതി. അവിടെ പ്രശ്നം ഇത് തീരും. പഠിച്ചാനെ വേറെ ആർക്കല്ല, അള്ളാഹു. അപ്പൊ മുഹമ്മദിന് ശേഷം വഹി ഇറങ്ങി ഇത് നസ്ക് ചെയ്യാനുള്ള പെർമിഷൻ സഹാബികൾക്ക് കൊടുത്തിട്ടുണ്ടോ? അള്ളാഹു അല്ലല്ല, അതിന് പ്രവാചകന് ശേഷം ഒരു വചനം നസ്ക് ചെയ്യപ്പെടുന്നില്ല, ഒക്കെ അതിന്റെ മുന്നെയാണ്. അപ്പൊ പ്രവാചകൻ പറയണം ഇത് നസ്ക് ചെയ്തു എങ്കിൽ പ്രവാചകൻ പറയണം. അതെ അതെ അതെ. അപ്പൊ ഇപ്പോ പറഞ്ഞിട്ടുണ്ടോ? നജീബ് പറഞ്ഞത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നല്ലോ. കാരണം അതെങ്ങനെയാണ്? മരണസമയത്താണ് ഇത് തലോണയുടെ അടിയിൽ നിന്ന് ആടി നിന്ന് പോയത് അല്ലേ? അല്ല ബ്രദറെ, ഒരു കാര്യം, അതായത് ഇത് ഖുറാനിൽ ഉണ്ടായിരുന്നു എന്ന് ഈ ഹദീസ് മൂലം നമുക്ക് മനസ്സിലായി. അപ്പോ നസ്ക് ചെയ്ത ആയത്തും ഖുറാനിൽ ഉണ്ടാവണം. ഇപ്പൊ പുള്ളി ഒരു എക്സാമ്പിൾ എടുത്തോണ്ട് വന്നത് മദ്യപാനം നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് നിരോധിച്ചു, ഇത് രണ്ടും ഖുറാനിലുണ്ട്. അപ്പൊ അതുപോലെ നേരത്തെ 10 പ്രാവശ്യം മുല കുടിക്കണം എന്ന് പറയുന്ന ആയത്തും അവിടെ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് 5 കൊണ്ടുവന്നു എന്നുള്ള ഒരു ആയത്തും ഉണ്ടാവണം. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് നിരോധിച്ചു എന്നുള്ള ആയത്തും ഉണ്ടായിരിക്കണം. 3 ഉണ്ടായിരിക്കണം. Yes, അതാണ് ഇതാണ് നസ്കിന്റെ ഞാൻ ഒരു ടെക്നിക്ക്. അതെ, അതാണ് ഞാൻ ഇപ്പോഴും നജീബെ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇത് ഖുറാനിൽ ഉണ്ടായിരുന്നു. നമുക്ക് ആ ആട് തിന്ന കാര്യം നമുക്ക് ജസ്റ്റ് കാട്ടിക്കളയാം. നിങ്ങൾ ആ കാര്യം പറയേ വേണ്ട. ഞാൻ പറയുന്നത് എന്തുട്ടാണ്, സോറി ഞാനല്ല, സൂനന്റെ നസായി പറയുന്നത് എന്തുട്ടാണ്, ഈ ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്ന സംഗതി 10ന്റെ 5ഉം അതൊക്കെ നമ്മുടെ ഖുറാനിൽ ഉള്ള കാര്യമാണ്, ഉണ്ടായിരുന്നു. അവർ റിസൈറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ റിസൈറ്റ് ചെയ്തത് ഏത്? അബുൽ ഖാസിം മരിച്ചു പോയിട്ടും കൂടിയും അത് റിസൈറ്റ് ചെയ്യുമായിരുന്നു. അതിനർത്ഥം അത് ഖുറാനിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അതെവിടെ? സുനിൽ സാർ പറഞ്ഞതും ജീവോ ബ്രദർ പറഞ്ഞതും കൂടി കൂട്ടിച്ചേർത്തിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ ആയിഷക്കുട്ടിയെ 6-ാം വയസ്സിലെ നിക്കാഹ് ചെയ്തുകൊണ്ട് വന്നത് ഈ കാര്യങ്ങള് മുഹമ്മദിന്റെ ജീവിതകാലത്ത് നടന്ന സകല ഹദീസുകളും ഓർത്തിരിക്കാനും അത് പറയാനും അത് പഠിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ചെറുപ്പം മുതലേ കൊണ്ട് നിർത്തിയത് വീട്ടിലെന്ന് ഇവരെപ്പോഴും പറയാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആയിഷയുടെ ഹദീസാണ് ഈ പറയുന്നത്, ഒരിക്കലും അതിനെ സംശയിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടുത്തെ ചോദ്യം, ഇങ്ങനെ ആയത്ത് ഇറങ്ങിയെങ്കിൽ ആ ആയത്ത് ഇന്ന് ഖുറാനിലില്ല, ആ ആയത്ത് മാറ്റിയത് ആര്? അപ്പൊ ഖുറാൻ പരിപൂർണമല്ല, ഖുറാനിൽ നിന്ന് ആയത്തുകൾ ഇവര് എടുത്തു മാറ്റി. ക്ലിയർ അല്ലേ നജീബ്? നിങ്ങൾ പറഞ്ഞതൊക്കെ ക്ലിയർ ആണ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ പറഞ്ഞ വോയിസ് ഒക്കെ ക്ലിയർ ആണ്, പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ല. അതിൽ ക്ലിയർ അല്ലാത്ത വിഷയം എന്താണെന്ന് വെച്ചാൽ, പ്രവാചകന് ശേഷം എന്ത് ചെയ്യുന്നില്ല, ഇത് തിരുത്തപ്പെടുന്നത് നസ്ക് ചെയ്യപ്പെടുന്നതൊക്കെ പ്രവാചകന്റെ മുന്നേ തന്നെയാണ്. ആ സമയത്ത് അവരത് പാരായണം നസ്കിന്റെ വേഴ്സ് എവിടെ? നസ്കിന്റെ വചനം എവിടെ? ആയത്ത് എവിടെ? ആയത്ത് നിങ്ങൾക്ക് വേണോ? ആയത്തിറങ്ങി എവിടെ? ആയത്ത് എവിടെ? ഖുറാനിൽ ഇറങ്ങിയ ആയത്ത് എവിടെ? നിങ്ങൾ ആയത്ത് തന്നെ എടുത്ത് മുറിച്ചു കളഞ്ഞില്ലേ? അതെ, ആ ആയത്ത് നസ്ക് ചെയ്താൽ പിന്നെ നമ്മൾ ഓതേണ്ട ആവശ്യമില്ലല്ലോ, പാരായണം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ബാക്കിയുള്ളതൊക്കെ നസ്കും ബസ്കും എല്ലാം ഉണ്ടല്ലോ. ഉണ്ട്, ഇത് മാത്രം എന്താ? അപ്പൊ ഇതെന്തുകൊണ്ട് എടുത്തില്ല? ഇത് പ്രവാചകന് അള്ളാഹുവിന്റെ കൽപ്പനയാണ് അത് ഖുറാനിൽ ഉൾപ്പെടുത്തണ്ട എന്നുള്ളത്. കാരണം എവിടെയാണ് നജീബ കൽപ്പന വായിച്ചത്? എവിടെയാണ് നജീബ കൽപ്പന വായിച്ചത്? അതായത് പ്രവാചകന്റെ അന്ത്യസമയത്ത് ജിബ്രീൽ 2 പ്രാവശ്യം വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം മുതൽ അവസാനം വരെ ഖുറാനിന്റെ ഓർഡർ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഖുറാൻ ഇറങ്ങുന്നത് ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്ന ഓർഡറിലല്ല, ആദ്യം ഇറങ്ങിയ വചനങ്ങളല്ല ഖുറാന്റെ ആദ്യത്തിലുള്ളത്. അപ്പൊ അതിന്റെ ഓർഡറും അതേപോലെ തന്നെ അതിന്റെ ഓരോ അധ്യായങ്ങള്, അതിലുള്ള വചനങ്ങൾ, അതിന്റെ ആ ക്രമം അനുസരിച്ച് ഇതിന്റെ തെളിവ് എവിടെയാണ്? എന്തിനാണ് ഈ തെളിവ് എന്നുള്ളത് ആദ്യം പറയട്ടെ. അപ്പൊ എന്തിനാണെന്നുള്ളതല്ല, ഈ തെളിവ് ആദ്യം പറയൂ. നിങ്ങൾ തെളിവില്ലാതെ എന്തെങ്കിലും പറയും, അത് കഴിഞ്ഞിട്ട് തെളിവ് ചോദിച്ചു കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ ആ സാഹചര്യത്തിലല്ല, തെളിവെടുത്ത് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല എന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വരും, നിങ്ങൾ അല്ലെങ്കിൽ സബ്ജക്ട് മാറ്റും. അപ്പൊ അതുകൊണ്ട് ആദ്യം ഒരു ഇത് പറയുമ്പോൾ അതിന് റെഫറൻസ് പറഞ്ഞിട്ട് മുമ്പോട്ട് പറഞ്ഞു പോവുക പ്ലീസ്. അതാണ് നമ്മളുടെ ഒരു ചർച്ച, ആരോഗ്യകരമായ ചർച്ചയ്ക്ക് എപ്പോഴും നല്ലത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പഠിക്കണോ വേണ്ടത്, എന്റെ സംസാരം സ്റ്റോപ്പ് ചെയ്യണോ? ഇല്ല, നിങ്ങൾ പറഞ്ഞു പഠിക്കുവല്ല നജീബ്. നമ്മളിത് പഠിക്കുന്നത് റെഫറൻസിൽ നിന്നാണ്. നിങ്ങളുടെ ആദ്യകാല പണ്ഡിതന്മാര് എഴുതി വെച്ചിരിക്കുന്ന റെഫറൻസുകളിൽ നിന്നാണ് നമ്മളിത് പഠിക്കുന്നത്. അല്ലാതെ നജീബിന് ഇവിടെ വന്നിട്ട് ഒരു കെട്ടുകഥ ഉണ്ടാക്കി പറഞ്ഞാൽ അത് ഞങ്ങൾ പഠിപ്പിക്കാൻ നിൽക്കണ്ട. കാരണം ഞങ്ങൾക്കറിയാം അത് സത്യമല്ല എന്ന്. ഇന്നത്തെ പലരും പറഞ്ഞു പരത്തുന്ന ഒരു കാര്യങ്ങളും സത്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം നജീബ് അത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് എന്താണ് അത് സത്യമല്ല എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്.
അപ്പൊ അതുകൊണ്ടാണ് തെളിവ് ചോദിച്ചത്. അപ്പൊ തെളിവ് ചോദിക്കുമ്പോൾ നജീബ് പറയുന്നില്ല ഞാൻ പറഞ്ഞു വന്നിട്ട് തരാം. ഇന്ന് വരെ നജീബ് അങ്ങനെ ഒരു തെളിവ് തന്ന ചരിത്രം ഇവിടെ ഇല്ല, ഈ ക്ലബ് ഹൗസിൽ ഞാൻ കണ്ടിട്ടില്ല. സോ നജീബെ പ്ലീസ്, നിങ്ങൾ പറയുന്ന കാര്യത്തിന് ആധികാരികത വേണം. നിങ്ങളുടെ ആദ്യകാല പണ്ഡിതന്മാര് ഇത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾ തെളിവ് ഹാജരാക്കുക. ബിജു ബ്രദർ, നിങ്ങൾ അങ്ങനെ വാശി പിടിക്കല്ലേ. ഇത് ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ വേദിയാണ്. വലിയ വലിയ പണ്ഡിതന്മാർ വേണം നിങ്ങൾ ഈ പറഞ്ഞ നജീബ് നമുക്ക് കാര്യങ്ങളൊക്കെ വായിക്കാം. നജീബ് ഇപ്പൊ അല്ല നിങ്ങൾക്ക് അല്ലല്ല മുസ്ലിം എന്നുള്ള അല്ലല്ല ഇതിനോടൊപ്പം അല്ല നിങ്ങൾക്ക് ഈ അല്ലല്ല കാര്യങ്ങൾ നജീബെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇല്ല നജീബെ ഇല്ല ബിജു നജീബെ ബ്രദർ, അബ്രഹാം ബ്രദർ ഒരു എന്താ പറയാൻ വന്നു? ഇല്ല അബ്രഹാം ബ്രദർ എന്താ പറയാൻ? അല്ല ഒരു കാര്യം നജീബെ, ഇത് സാധാരണക്കാരന്റെ വേദി ആയതുകൊണ്ട് സാധാരണക്കാരൻ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുള്ളത് കൊണ്ടാണ് ഇല്ലാത്ത കാര്യങ്ങൾ സ്വന്തം ഭാവനയിൽ നിന്ന് പറയരുതെന്ന് നജീബിനോട് കർശനമായിട്ട് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അത്രയ്ക്ക് എന്നാൽ ഞാൻ പണ്ഡിതന്മാരാണ് നിങ്ങളെ ഇവിടെ സംസാരം ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നടക്കട്ടെ. പണ്ഡിതന്മാരാണ് ഇവിടെ കുഴപ്പമില്ല, നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ശരി, സമ്മതിച്ചു. ഓക്കെ തെളിവ് വെച്ച് സംസാരിക്കാനില്ലെങ്കിൽ സുനിൽ ബ്രദറിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താങ്ക് യു. എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ സുനിൽ ഡീറ്റെയിൽസ് ബ്രദറിന് അയച്ചു ഡൗട്ട് ഒന്നും ഇല്ല, പ്രത്യേകിച്ച് നജീബിന്റെ അടുത്ത് ക്ലിയർ ചെയ്യേണ്ട ഡൗട്ട് ഒന്നും ഇല്ല നജീബെ. അല്ല, അബ്രഹാം സുനിൽ ബ്രദർ ബ്രദർ എന്താ മെസ്സേജ് പറയാൻ വന്നു? അബ്രഹാം കുഴപ്പമില്ല. ബ്രദർ ഓക്കെ, പറയൂ. അബ്രഹാം ബ്രദർ പറഞ്ഞോളൂ. അബ്രഹാം ബ്രദർ പറയൂ. ഓക്കെ, താങ്ക് യു. നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ നജീബ് ഇത് തന്നെ പറഞ്ഞു, തെളിവ് എടുക്കാൻ പറ്റിയ സാഹചര്യമല്ല നജീബ്. കാരണം നജീബ് ഞാൻ പറഞ്ഞല്ലോ, പേജ് നമ്പറോ ഇത് പറഞ്ഞാൽ നമുക്ക് വായിക്കാമല്ലോ. നമ്മളെല്ലാം മുതിർന്ന മനുഷ്യർ, നമുക്ക് വായിക്കാൻ അറിയാം. ഇപ്പൊ കഥ പറയേണ്ട ആവശ്യമില്ല, തെളിവ് വെച്ചിട്ട് സംസാരിക്കൂ നജീബെ. തെളിവ് സംസാരിക്കുക. ലെറ്റ് ദ എവിഡൻസ് സ്പീക്ക്, നോട്ട് യു. നമ്മളിപ്പോ ഓക്കെ